നിന്നെ നോക്കി നിന്റെ വീഴ്ച കണ്ട് ശത്രു ചിരിക്കുന്നത് യേശു നിർത്തും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, അതെ, ദൈവികമായ മാറ്റങ്ങൾക്ക് നിങ്ങൾ കാത്തിരിക്കുകയും പ്രതീക്ഷിക്കുകയും ഒത്തിരി ശ്രമിച്ച് പരാജയപ്പെടുകയും ചെയ്ത ആ മാറ്റങ്ങൾക്ക് തന്നെ ലോകപ്രകാരം നിങ്ങൾ ഇന്നലകളിൽ ഒത്തിരി ശ്രമിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരു മാറ്റം ഉണ്ടാകണം, അവസ്ഥകൾക്ക് മാറ്റം വരണം, സാഹചര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകണം, അനുഭവങ്ങൾക്ക്, എക്സ്പീരിയൻസിന് മാറ്റം ഉണ്ടാകണം. എന്നാൽ സ്ഥിതി തുടർന്നു, അല്ലെങ്കിൽ പ്രതീക്ഷകൾ തകിടം മറിഞ്ഞു, കണ്ണുനീരനുഭവങ്ങൾ ഏറെയായി, വേദനയുടെ നിരാശയുടെ അനുഭവങ്ങൾക്ക് ആവർത്തനമുണ്ടായി. അവിടെ ദൈവവചനത്തിലൂടെ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരുന്ന് ദൈവത്തിന്റെ വചനം പ്രവചന ദൂതായി കേട്ട് അത് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച ആ പ്രവൃത്തി വലിയ മാറ്റങ്ങൾക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നത് ദൈവമാണ്. ഒപ്പം നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ഇന്നും പലരും ആ മാറ്റം ആഗ്രഹിച്ച് എനിക്കൊപ്പം ആയിരിക്കുന്നുണ്ട്. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സാധ്യമായി തീരുവാൻ, സംഭവിക്കുവാൻ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതെ നിങ്ങളുടെ ജീവിതം മാറുവാൻ തക്ക വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞത് അതെ പ്രവചനദൂതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങൾക്ക് കൈമാറി. നമ്മളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരും. അർത്ഥാൽ ഇനി അവരുടെ ചിരി കണ്ട്, ഇനി അവരുടെ പരിഹാസം കണ്ട്, ഇനി അവരുടെ നിന്ദിക്കുന്ന, അപമാനിക്കുന്ന, കുത്തി വേദനിപ്പിക്കുന്ന വാക്ക് കേട്ട് തലകുനിഞ്ഞ് നിൽക്കുവാൻ ഇട വരത്തില്ല. അപ്പോ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. വാക്യത്തിലൂടെ നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കാം. ആ പ്രവചനദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലൂടെ തന്നെ മീഖ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാമത്തെ വാക്യം അവിടെ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചം ആയിരിക്കുന്നു. ഈ വാക്യം ഒരു പരന്ന വായനയ്ക്കപ്പുറമായി ആഴത്തിൽ വായിച്ച് ധ്യാനിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഈ വാക്യത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് കേട്ടതിലധികമായി, അല്ലെങ്കിൽ കേൾക്കുവാൻ പോകുന്നതിലധികമായി നിങ്ങളോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും. ഒരിക്കൽ കൂടി ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവം പ്രാർത്ഥന കേൾക്കുമെന്ന ഭക്തന്റെ ഉറപ്പ്, ആ ഉറപ്പിൽ നിന്ന് മുൻപിൽ നിൽക്കുന്ന ശത്രുവിനെ വെല്ലുവിളിക്കുന്ന ഭക്തൻ. എന്താണ് വെല്ലുവിളി? എന്റെ ശത്രുവായവളെ, എന്റെ വീഴ്ച കണ്ട്, എന്റെ തകർച്ച കണ്ട്, എന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ കണ്ട് സന്തോഷിച്ച നിന്റെ സന്തോഷം ഇനി അധിക നാൾ തുടരില്ല. അതെ സഹോദരാ, സഹോദരി, അവിടെ നിന്റെ വീഴ്ച കണ്ട്, നിന്റെ പരാജയം കണ്ട് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ നീ ഓടുന്നത് കണ്ടിട്ട്, നീ പലരുടെയും മുൻപിൽ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നത്, യാചിക്കുന്നത് കണ്ടിട്ട്, പലർക്കും മുമ്പിൽ നീ കൈനീട്ടുന്നത് കണ്ടിട്ട് നിന്റെ വീഴ്ച പൂർത്തിയായി, നീ തകർന്നു, നീ ഇനി എഴുന്നേൽക്കത്തില്ല, ഇനി നിന്നെ കൊണ്ടൊരു പ്രയോജനവും ഇല്ല, ഉണ്ടാകത്തില്ല, നിനക്കും നിനക്കൊപ്പമുള്ളവർക്കും എന്ന് പറഞ്ഞ് ചിരിക്കുന്ന നിന്റെ ശത്രുവിനെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവളുടെ സന്തോഷത്തിന് യേശു ഈ ആഴ്ച അറുതി വരുത്തും. അതെ, നിന്റെ ശത്രുവിന്റെ സന്തോഷത്തിന്, അത് മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ, പിശാചിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന ദുഷ്ടരാകട്ടെ, കേൾക്ക്, അവരുടെ സന്തോഷത്തിന് എന്റെ യേശു ഈ ആഴ്ച അറുതി വരുത്തും. സഹോദരി, നിന്നെ ചൊല്ലി സന്തോഷിക്കുന്ന, നീ പെട്ടി പാക്ക് ചെയ്തിരിക്കുക, വാരിക്കെട്ടി ഇറങ്ങണം, അത് കണ്ട് സന്തോഷിക്കുവാൻ നോക്കി ഇരിക്കുന്ന അതേ അവളുടെ സന്തോഷം, ഓ താങ്ക് യു ലോർഡ്, ആ സന്തോഷത്തിന് യേശു ഈ ആഴ്ച അറുതി വയ്ക്കും. ആമേൻ. നീ അവിടെ കാണത്തില്ല, നിന്റെ മുഖം കാണുവാൻ ഇടവരത്തില്ല എന്ന്
അങ്ങനെ ഉണ്ടാകരുതേ എന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടി പലതും നിനക്ക് വിരോധമായി ചെയ്തു കൂട്ടുകയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മാത്രമല്ല ദേശത്തിലെ അഭിചാരകന്മാരെയും മന്ത്രവാദികളെയും ക്ഷുദ്രപ്രയോഗകന്മാരെയും കൂട്ടുപിടിച്ച് നിനക്ക് വിരോധമായി ചെയ്തു കൂട്ടിയവൾ, അവളുടെ സന്തോഷത്തിന് ഈ ആഴ്ച അറുതി വരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് സഹോദരി. നിന്റെ വീഴ്ച കാണുവാൻ, നീ തകരുന്നത് കാണുവാൻ, കണ്ട് സന്തോഷിക്കുവാൻ നോക്കിയിരിക്കുന്നവരുടെ മധ്യ എന്റെ ദൈവം നിന്നെ നിലനിർത്തുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. മോളെ, നിങ്ങളുടെ തകർച്ച, സ്തോത്രം, നീ രക്ഷപ്പെടത്തില്ല എന്ന് വാദമാ, ഒത്തിരി നാളുകളായുള്ള വെല്ലുവിളിയാ. നീ രക്ഷപ്പെടത്തില്ല, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യത്തില്ല, പഠനം പൂർത്തീകരിക്കപ്പെടത്തില്ല, നിന്റെ ജീവിതത്തിൽ നല്ലത്, നിന്റെ മാതാപിതാക്കൾ ഒത്തിരി പറയുന്നത് പോലെ നല്ലത് ഉണ്ടാകത്തില്ല, നീ സ്വപ്നം കണ്ട നല്ലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല, നീ കേട്ട വാക്തത്വങ്ങളെല്ലാം വെറും വാക്കുകളായ അന്തരീക്ഷത്തിൽ മറവിയുടെ ചവറ്റുകുട്ടയിൽ മറഞ്ഞു പോകും എന്ന് വാദിച്ചു നിൽക്കുന്നവർ, അവരുടെ ഒരു ചിരിയുണ്ട്. ആമേൻ. ആ ചിരിക്ക് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. സ്തോത്രം. നീ എവിടെ എത്തത്തില്ല എന്ന് നിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ട് അവർ വിളിച്ചു പറഞ്ഞ് സന്തോഷിക്കുന്നുവോ, ആ സന്തോഷത്തെ എന്റെ യേശു മാറ്റുവാൻ പോകുക. ആ വാഗ്ദത്തം ചെയ്യപ്പെട്ടയിടത്ത് പ്രാർത്ഥനയോടെ നീ ഇറങ്ങിത്തിരിച്ച സ്ഥാനത്ത് എന്റെ യേശു നിന്നെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. മാതാവേ, പിതാവേ, ഒരിടത്തും എത്തത്തില്ല എന്ന്, ഒന്നും ആകത്തില്ല എന്ന്, നല്ലത് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് വാദിക്കുന്ന അതേ ആ ശത്രു കണ്ട് ലജ്ജിച്ച് തലകുനിക്കുവാൻ തക്കവണ്ണം നിന്റെ തലമുറകളെ എന്റെ ദൈവം മാനിക്കും. സ്തോത്രം. സന്തോഷിക്കുവാൻ, അതേ നിന്റെ വീഴ്ച കണ്ട് ആനന്ദ പുളകിതനാകുന്ന ആ ശത്രുവിന്റെ ആ സീസൺ കർത്താവ് അവസാനം കുറിക്കുവാൻ പോകുക. ആനന്ദത്തിന്റെ സീസൺ. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ആ ആനന്ദത്തിന്റെ സീസണ് എന്റെ യേശു അറുതി വരുത്തുവാൻ പോകുക. നോക്കി സന്തോഷിക്കുന്നുണ്ട്. നീ പോകുന്ന പോകില്ല, ആശുപത്രിയിൽ നിന്ന് നീ തിരികെ വരത്തില്ല, അവിടെ നീ ഒടുങ്ങിപ്പോകും. അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് വന്ന് മുറിക്കകത്തോട്ട് നിന്നെ കൊണ്ടുപോയി സന്തോഷിച്ചെന്നും ഇരിക്കുന്നുണ്ട്, നീ ആ മുറിക്കകത്ത് നിന്ന് പുറത്തു വരത്തില്ല. എല്ലാ പ്രഭാതങ്ങളിലും ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇന്നും വീട്ടിന്റെ മുറ്റത്ത് നീ ഇല്ല, ഇന്നും മുറ്റത്ത് നീ ഇറങ്ങിയിട്ടില്ല, ഇന്നും അടുക്കളയിൽ നിന്റെ ശബ്ദം കേൾക്കുന്നില്ല. അതെ, നീ ആ മുറിക്കകത്ത് ഒടുങ്ങിപ്പോകും, ആ രോഗത്തിൽ നീ അവസാനിച്ചു പോകും. അത് കണ്ട് സന്തോഷിക്കുന്നവരുടെ സന്തോഷത്തിന് ഈ ആഴ്ച അല്ല, ഇന്ന്, ഇപ്പോൾ എന്റെ ദൈവം അറുതി വരുത്തുക. ആ മുറിക്കകത്തു നിന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നീ പുറത്തു വരുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. താങ്ക് യു ലോർഡ്. ആമേൻ. നോക്കൂ, ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ മുന്നറിയിപ്പാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് ധൈര്യമുണ്ട് ശത്രുവിന് ആ ഒരു മുന്നറിയിപ്പ് കൊടുക്കുവാൻ? അധികം നീ സന്തോഷിക്കരുതേ. അമ്മേൻ. സ്തോത്രം. പിന്നെ പിശാചിനെ നോക്കി ആ മുന്നറിയിപ്പ് കൊടുക്കുവാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട്? ആമേൻ. പിന്നെ പിശാചേ, ഇനി അധിക നാൾ നിന്റെ ചിരി നീണ്ടു നിൽക്കത്തില്ല. അധിക നാൾ എന്റെ വീഴ്ച കണ്ട്, എന്റെ തകർച്ച കണ്ട് നീ സന്തോഷിക്കത്തില്ല. മുന്നറിയിപ്പ് കൊടുക്കുവാൻ തുടങ്ങിക്കോ. ആമേൻ. നോക്കൂ, അവിടെ പറയുന്നു, വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ആ ഭാഗം എന്നെ വളരെ സന്തോഷിപ്പിക്കുകയും നിങ്ങളോട് സംസാരിക്കുവാൻ ഒത്തിരി ഊർജം നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി, വീണു എങ്കിലും ഞാൻ എഴുന്നേൽക്കും എന്നല്ല, ഞാൻ വീണ്ടും എഴുന്നേൽക്കും. അർത്ഥാൽ നിങ്ങളുടെ ഇന്നലകളിലേക്ക്, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ ദൂത്, ഈ പ്രവചന ശബ്ദം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് സാഹചര്യങ്ങളെ മുൻനിർത്തി വിശ്വസിക്കുവാനോ ഉൾക്കൊള്ളുവാനോ ഏറ്റെടുക്കുവാനോ പാടായിരിക്കാം. എന്നാൽ ഇന്നലകളിലേക്ക് നിങ്ങൾ നോക്ക്. ഇന്നാദ്യമായിട്ടല്ല വീഴ്ചയിൽ നിങ്ങളായിരിക്കുന്നത്. ഇന്നലകളിൽ ആദ്യമായിട്ടല്ല ശത്രുവിനാൽ നിങ്ങൾ വീഴപ്പെട്ടത്. നിങ്ങൾ മുമ്പും വീണിട്ടുണ്ട്. വീണിടത്ത് നിങ്ങൾ ഒടുങ്ങിപ്പോയിട്ടില്ല, നിങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ തവണയും വിശ്വാസത്തോടെ ഏറ്റെടുക്ക, പ്രാർത്ഥിക്ക്. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. അതെ, നീ വീണ്ടും എഴുന്നേൽപ്പിക്കും. തുടർ പരാജയങ്ങൾ ഉണ്ടായപ്പോൾ, തുടർ വീഴ്ചകൾ ഉണ്ടായപ്പോൾ, തുടർ തകർച്ചകൾ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അവർ ഉറപ്പിച്ചു, സന്തോഷിക്കുന്നവർ ഉറപ്പിച്ചു, ഈ പ്രാവശ്യം വീഴും.
ആമേൻ. കഴിഞ്ഞ തവണയൊക്കെ നീ രക്ഷപ്പെട്ടു. കഴിഞ്ഞ തവണ ലിസ്റ്റിൽ നിന്റെ പേര് വന്നില്ല. ടെർമിനേറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ഇല്ലായിരുന്നു. സാലറി വെട്ടിക്കുറച്ചവരുടെ കൂട്ടത്തിൽ, സാലറി തടഞ്ഞു വെക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നീ ഇല്ലായിരുന്നു. വിസ അടിച്ചു കിട്ടി, കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. കഴിഞ്ഞ തവണ ശരിയാണ്, സംഭവിച്ചു. പക്ഷെ ഇത്തവണ അത് സംഭവിക്കത്തില്ല. വെല്ലുവിളിയാണ്. ആമേൻ. ഹാപ്പി ആയിട്ടിരിക്കുക. വിളിച്ചു പറയും, ഓ സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിളിച്ചു പറയും. പന്ന പിശാചെ, ആ പിശാചിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന ദുഷ്ടമനുഷ്യരെ ഇവനെ ചൊല്ലി, അവൻ പ്രാർത്ഥിക്കുന്ന ഇവനെ ചൊല്ലി, പ്രൈസർ ഫാമിലിക്ക് ഒപ്പമായിരിക്കുന്ന ഇവനെ ചൊല്ലി, ഇവളെ ചൊല്ലി നീ സന്തോഷിക്കരുതേ. ഇവൻ എഴുന്നേൽക്കും. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. സ്തോത്രം. പിശാച് അങ്ങനെ നോക്കും. ആമേൻ. പിശാചിന്റെ ഇഷ്ടം ചെയ്യുന്നവരൊക്കെ പറയും, പിന്നെ കാണാമല്ലോ, നീ എഴുന്നേൽക്കുമെന്ന്. സഹോദര, നീ എഴുന്നേൽക്കുമെന്നുള്ള ഉറപ്പ് ഞാൻ എഴുന്നേറ്റതുകൊണ്ടാ. ആമേൻ. എന്നെ എന്റെ കർത്താവ് പലതവണ എഴുന്നേൽപ്പിച്ചതാ. ശത്രു ഓരോ തവണയും മുമ്പിൽ നിന്ന് പറഞ്ഞതാ, ഇതിൽ നീ തീർന്നടാ, നീ ഈ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കത്തില്ല, ഈ പ്രശ്നത്തിൽ നീ പുറത്തു വരത്തില്ല. എവിടെ? സ്തോത്രം. മരണത്തെ ജയിച്ചവൻ കൂടെ ഉള്ളപ്പോഴാ. തിരിച്ചറിയുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സന്തോഷം നിലനിൽക്കത്തില്ല. ശത്രുവിന്റെ സന്തോഷം നിലനിൽക്കത്തില്ല. നീ ഇനിയും എഴുന്നേൽക്കും. സഹോദരി, പലതവണ വാരിക്കെട്ടി ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഒരിക്കലും തിരികെ വരത്തില്ല എന്ന് പറഞ്ഞ്. അവൻ തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് നീ നിന്നെ അറിയുന്നവർ പറഞ്ഞതാ. ആ ഭവനത്തിനകത്ത് നീ ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ, അവന്റെ ഭാര്യയായി തന്നെ നീ ഇപ്പോഴും ആയിരിക്കുന്നുണ്ടെങ്കിൽ, കോടതിയിലോട്ട് നോക്കരുത്. വക്കീൽ പറയുന്നതല്ല എനിക്ക് പറയുവാനുള്ളത്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞ ദൈവത്തിന് നിന്നോട് പറയുവാനുള്ളത് കേൾക്ക്. അവന്റെ ഭാര്യയായി തന്നെ നീ തുടരും. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ. മാതാവേ, നിന്റെ മക്കളെ കുറിച്ചാണ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒന്ന് തകർന്നു പോകുവാൻ നിന്റെ ദൈവം അനുവദിക്കത്തില്ല. പാസ്റ്റർ, ഒത്തിരി തവണയായി. നോ. ആമേൻ. ഒത്തിരി തവണ ആയിക്കൊള്ളട്ടെ. 1, 2, 3 ഒരു തവണ സംസാരിച്ചു, 2 തവണ സംസാരിച്ചു, ഇനി ഞങ്ങൾ ഇടപെടത്തില്ല. ആമേൻ. ബന്ധുക്കൾ പറയും, ചാർച്ചക്കാർ പറയും, പ്രിയപ്പെട്ടവർ പറയും, ചങ്കാണ് കരളാണ് എന്ന് പറയുന്നവരൊക്കെ പറയും. മനുഷ്യരങ്ങനെയാണ്. 1 തവണ ഇടപെടും, 2 തവണ ഇടപെടും, 3 തവണ സംസാരിക്കും, ചേർത്ത് നിർത്തും. ഇനി ഞങ്ങൾക്ക് വയ്യ എന്ന് പറയും. നിയമപാലകർ പറയും, അതല്ലേ പോലീസുകാർ പറയും, ഇനി ഞങ്ങൾക്ക് വയ്യ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇപ്പം ശരിയാക്കി തരാം. ആമേൻ. എന്നിട്ട് വല്ലതും ശരിയായോ? അവരൊക്കെ കൈവിട്ടു. ആമേൻ. പക്ഷെ ദൈവം വാക്ക് മാറ്റി പറയത്തില്ല. സ്തോത്രം. ആമേൻ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ദൈവം വാക്ക് മാറ്റി പറയത്തില്ല. ആകാശം അത് ഒഴിഞ്ഞു പോയേക്കാം, ഭൂമി അത് മാറിപ്പോയേക്കാം, എങ്കിലും ദൈവത്തിന്റെ വചനങ്ങൾക്ക് ഒന്നുപോലും ഒരു മാറ്റവും ഉണ്ടാകത്തില്ല, തകർന്നു പോകത്തില്ല. വീണ്ടും നീ എഴുന്നേൽക്കും. പാസ്റ്റർ, ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഞാൻ വിചാരിക്കുന്നതോ വിചാരിക്കാത്തതോ ആ വിഷയം വിട്. ദൈവത്തിന്റെ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുക. ആ ശത്രു സന്തോഷിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. മക്കളില്ലാത്തവളായി ഇനിയും തലകുനിച്ച് മറ്റുള്ളവരുടെ അപമാനം, നിന്ന പരിഹാസ കുത്തുവാക്കുകൾ കേട്ട് കരഞ്ഞു തീർക്കുവാൻ, എന്റെ ജീവിതം കരഞ്ഞു തീരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. യെസ്, ആ ഉദരഫലത്തെ കർത്താവ് തരിക. താങ്ക് യു ലോർഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഇനിയത്തെ ആണ്ട് അത് സ്പെഷ്യലാണ്. താങ്ക് യു ലോർഡ്. ഒരിക്കൽ കൂടെ, ഇനിയത്തെ ആണ്ട്, വരുവാനുള്ള ആണ്ട്, നെക്സ്റ്റ് ഇയർ, അത് നിന്റെ സന്തോഷത്തോടെ കടന്നു വരും. യെസ്, ആമേൻ. താങ്ക് യു ലോർഡ്. സ്തോത്രം. ഒത്തിരി തവണ പരാജയപ്പെട്ടു. ഇനി ചെറുക്കൻ രക്ഷപ്പെടത്തില്ല. ഒരുപാട് തവണ അവൻ എല്ലാവരും കൂടെ പറഞ്ഞ് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി നോക്കി. അവൻ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞു, നിങ്ങളെ പറ്റിച്ചു. ഇനി ഇവന്റെ കാര്യത്തിൽ ഞങ്ങളാരും ഇടപെടത്തില്ല എന്ന് അമ്മാച്ചരും ചാച്ചന്മാരും ചേട്ടന്മാരും അച്ചാച്ചന്മാരും ഒക്കെ പറയും. മാറി നിൽക്കും. പക്ഷെ ദൈവം മാറി നിൽക്കത്തില്ല. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ, മടക്കി വരുത്തും. നിന്റെ തലമുറയെ ചൊല്ലി ശത്രു നിന്നെ പരിഹസിക്കുവാൻ, നിന്ദിക്കുവാൻ, അപമാനിക്കുവാൻ ഇനിയും എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരിക്കൽ കൂടി ദൂത് ഞാൻ ആവർത്തിക്കട്ടെ. ഇനിയും നിന്റെ തലമുറയെ ചൊല്ലി, നിന്റെ മക്കളെ ചൊല്ലി പലരുടെയും മുൻപിൽ തലകുനിച്ച് നിരാശയോടെ അപമാനിക്കപ്പെട്ട് അങ്ങനെ നിൽക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വെല്ലുവിളിക്കുവാൻ തയ്യാറാണോ? പിശാചേ,
ഞാൻ വീണ്ടും സന്തോഷത്തോടെ 4 പേരുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കും. എൻ്റെ മക്കൾ അഭിമാനത്തോടെ തലനിവർത്തി നിൽക്കും. എൻ്റെ മക്കളുടെ കൈ കൊണ്ട് അധ്വാനിച്ച് കിട്ടുന്നത് കൊണ്ട് ഞാൻ ഉപജീവിക്കും. നിന്നോടുള്ള ദൂത ആലോചന ആവർത്തിക്കപ്പെടുകയാണ്, നിവർത്തിയാകുവാൻ. യെസ്, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ, നിന്റെ മക്കൾ അധ്വാനിക്കുന്നത്, അവരുടെ കൈ കൊണ്ട് അവർ അധ്വാനിക്കുന്നതിൻ്റെ ഫലം അവരിൽ നിന്ന് അവരുടെ കൈ കൊണ്ട് വാങ്ങി നീ അനുഭവിക്കും. യെസ്, യേശുവിൻ നാമത്തിൽ. ഓ, താങ്ക് യു ലോർഡ്. പ്രിയ അമ്മയെ പ്രാർത്ഥിക്കുക, പ്രിയ പിതാവെ പ്രാർത്ഥിക്കുക. സ്തോത്രം. വീണ്ടും എഴുന്നേൽക്കും, ഇനിയും സൗഖ്യമാകുന്നു. ഓ സ്തോത്രം, ആമേൻ. നോക്കൂ, ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ. വീണ്ടും എഴുന്നേൽക്കും. അടുത്ത ഭാഗം, ആമേൻ. നോക്കൂ, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. ഇന്നലകളിൽ വീണതേ ഇരുട്ടത്ത വീണ, പക്ഷെ ഇപ്രാവശ്യം ദൈവം വെളിച്ചമായി എന്നോട് കൂടെ ഉണ്ട്. അർത്ഥാൽ ചിരിക്കാൻ തുടങ്ങിയതപ്പോഴാ അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം, പിശാച് ചില വിളക്കുകളെ ഊതിക്കെടുത്തി. നീ വീഴട്ടെ എന്ന് പറഞ്ഞു. ചിലരെ നിനക്ക് വിരോധമാക്കി നിർത്തി. നിനക്കൊപ്പം നിന്നവരെ, നിന്നെ സഹായിക്കേണ്ടവരെ, സപ്പോർട്ട് ചെയ്യേണ്ടവരെ, നിനക്ക് സഹായികളായി തീരേണ്ടവരെ നിനക്കെതിരാക്കി തീർത്തു. ചില വിളക്കുകളെ ഊതിക്കെടുത്തി. നിന്റെ ജീവിതത്തിലെ സന്തോഷത്തെ ഊതിക്കെടുത്തി, അനുഗ്രഹങ്ങളെ ഊതിക്കെടുത്തി, നന്മകളെ ഊതിക്കെടുത്തി. നല്ലത് കാണുവാനോ അനുഭവിക്കുവാനോ അതിൽ സന്തോഷിക്കുവാനോ കഴിയാത്ത വിധത്തിൽ. ആമേൻ. പക്ഷേ ദൈവം വെളിച്ചമായി നിന്നോട് കൂടെയുണ്ട്. ഓ, ഇനിയും തപ്പിത്തടഞ്ഞു വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇരുട്ട് മാറുക. സഹോദര, സഹോദരി, പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, നിലവിളിക്കുന്ന ആ ഇരുട്ട്, നിലവിളിപ്പിക്കുമാറാക്കുന്ന ആ ഇരുട്ട് മാറുക. സഹോദരി, നിന്റെ കുടുംബജീവിതത്തിൽ മൂടി നിൽക്കുന്ന ഇരുട്ട് മാറുക. തലമുറകളുടെ മേൽ മൂടി നിൽക്കുന്ന ഇരുട്ട് മാറുക. അനുഗ്രഹിക്കപ്പെട്ട ഭാവി തലമുറകൾക്ക് ഒരുക്കപ്പെടുക. ഓ, താങ്ക് യു ലോർഡ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ഓ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഭാവി. ആ ഇരുട്ടുമായി എന്ത് ചെയ്യണമെന്നറിയാതെ തുടങ്ങി. പക്ഷെ ഇതുവരെ പണി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അഡ്വാൻസ് കൊടുത്തു, പക്ഷെ ഇതുവരെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. പലതിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചു. മുൻപോട്ടൊരു അടി വയ്ക്കുവാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്നവരോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയം എന്നോട് പറയുന്നു. ആമേൻ. ആ ഇരുട്ട് മാറുക. ഓ സ്തോത്രം. ഇനി തപ്പിത്തടയുവാൻ, ഇനി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് തപ്പിത്തടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു ഉപദേശിച്ചു വഴി നടത്തും. ഓ ആമേൻ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, ആ ഒരു വാക്യം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് തൃപ്തി വരുന്നില്ല. തൃപ്തി വരരുത്. അവൻ അങ്ങനെ എഴുന്നേറ്റവരെ നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചു തരുവാൻ കഴിയുമോ? ഓഫ് കോഴ്സ്, ഒത്തിരി പേർ ഇതിനകത്തുണ്ടല്ലോ. എങ്കിലും വേഗത്തിൽ ഒരാളിനെ ചൂണ്ടിക്കാണിച്ചു പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നോക്കൂ, ആ മനുഷ്യന്റെ പേരിലാണ് അദ്ദേഹം എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിന്റെ പേര് യോന എന്നാണ്, അഥവാ യോന പ്രവാചകൻ എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിൽ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യോനായുടെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അവൻ തിരികെ നിനവയിൽ എത്തി. വാക്യമല്ല, വാക്യപശ്ചാത്തലം. അവൻ തിരികെ നിനവയിൽ എത്തി. ഒരു വീഴ്ച യോന എന്ന എഴുത്തുകാരന്റെ, പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ദൈവം അവനോടൊരു കാര്യം പറഞ്ഞു. അവൻ സ്വന്തം ഇഷ്ടത്തിന് മറ്റൊരു കാര്യം ചെയ്തു. ഫലം എന്താണ്? യോനായുടെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, അവൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് വീണു. അതെ, ആർക്കും രക്ഷപ്പെടുവാൻ സാധ്യതയില്ലാത്ത ആഴത്തിലേക്ക്, പൊങ്ങി വരുവാൻ പോലും അല്ലെങ്കിൽ ശവം പോലും കിട്ടുവാൻ ഇടയില്ലാത്ത വിധത്തിൽ ഒരു മത്സ്യം അവനെ വിഴുങ്ങി. കാരണം പ്രാണൻ പോയാൽ ആ ശവം മത്സ്യത്തിന്റെ ആഹാരമായി അതിന്റെ ആമാശയത്തിൽ കിടന്ന് ദഹിക്കും. പിന്നെ എന്തെങ്കിലും ആ മത്സ്യത്തെ വല്ല മുക്കുവനും ചൂണ്ടയിട്ട് പിടിച്ചാൽ, ചുമ്മാതാണ് കേട്ടോ, പിടിച്ചാൽ വല്ല യെല്ലോ കൂടോ പല്ലോ എന്നതോ മുടിയോ എന്തെങ്കിലും കിട്ടിയാലായി. കിട്ടുമോ അറിയത്തില്ല, അതിന്റെ വിഷയവുമല്ല. വീണു, ഒരു ഭയങ്കര വീഴ്ച. പൊടി പോലുമില്ല കണ്ടുപിടിക്കുവാൻ. നീ വീണതുപോലെ തന്നെ, പൊടി പോലുമില്ല കണ്ടുപിടിക്കുവാൻ. ഭയങ്കര വീഴ്ചയാ അല്ലേ സഹോദരി? അങ്ങ് വീണു, എന്തോ എവിടെയോ സംതിങ് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി പാസ്റ്റർ, അല്ലേ സഹോദരി? ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി. മക്കളെ, പാസ്റ്ററെ എന്തു പറയാൻ, പറ്റിപ്പോയി.
മനുഷ്യരാണല്ലോ, പറ്റിപ്പോകും. പക്ഷെ തുടർന്ന് വീണു. ആ വീഴ്ചയിൽ മത്സ്യത്തിനകത്ത് കിടക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് പോലെ ശത്രുവിന്റെ തട്ടഹസിച്ചുള്ള ചിരി, കൊലച്ചിരി യോന കേൾക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. യോനയും അവളോട് പറഞ്ഞു കാണണം, അല്ലെങ്കിൽ ആ പിശാചിനോട് പറഞ്ഞു കാണണം, പിശാചേ, നീ എന്നെ ഓർത്ത് സന്തോഷിക്കരുത്. ഞാൻ വീണു, ഈ ആഴത്തിൽ വീണു. മാനുഷികമായി ചിന്തിച്ചാൽ ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാത്ത ആഴത്തിൽ ഞാനിതാ വീണിരിക്കുന്നു. എന്റെ പൊടി പോലും ഇല്ലായിരിക്കാം ലോകത്തിൽ ആർക്കും കണ്ടുപിടിക്കുവാൻ. ഇങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, ദൈവം സ്നേഹിക്കുന്ന ഒരുവൻ ഉണ്ടായിരുന്നു എന്ന് ആർക്കെങ്കിലും പറയുവാൻ ഇടയില്ലാത്ത വിധത്തിൽ ഞാൻ ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഈ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് അവസാനിച്ചു പോയേക്കാം എന്ന് ലോകം കരുതും. പക്ഷേ പിശാചേ, ശത്രുവേ, കാലമേ, എന്നെ വീഴ്ത്തിയ കാലമേ, നിനക്കൊന്നറിയാമോ, ഞാൻ എഴുന്നേൽക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, എന്താണ് ഉറപ്പ്? കാർട്ടൂൺ സിനിമകളിൽ കാണുന്നത് പോലെ കാർട്ടൂൺ കഥാപാത്രമായ യോന ഇടുപ്പിൽ നിന്ന് വലിയൊരു കത്തി വലിച്ചൂരി തിമിംഗലത്തിന്റെ വയറ് കീറി പുറത്തു വന്നു. അങ്ങനെയാണോ? അതിലും ശക്തിയേറിയൊരു ആയുധമുള്ളവനാണ് യോന. ചോദിക്കും നിങ്ങൾ, പാസ്റ്റർ, എന്താണ് ആയുധം? എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങളോട് പറയുവാൻ. 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യോന ആ ആയുധവുമായി യുദ്ധത്തിനിറങ്ങി. യോനയുടെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ തന്നെ പ്രാർത്ഥന. യോന പ്രാർത്ഥിച്ചു തുടങ്ങി. ആയുധം പുറത്തെടുക്കുവാൻ സമയമായിരിക്കുന്നു. സഹോദര, സഹോദരി, കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, ശുശ്രൂഷക, ആയുധം പുറത്തെടുക്കുവാൻ സമയമായിരിക്കുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങ്. പ്രാർത്ഥിച്ചു തുടങ്ങ്. ആ ആഴത്തിൽ നിന്ന് നീ പുറത്തു വരുവാൻ പോകുക. അവിടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കുവാൻ എന്ന് പറഞ്ഞ് നീ ഇല്ലാതായി തീരത്തില്ല. ഈ പ്രശ്നത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നീ പുറത്തു വരുവാൻ പോകുക. ഇനി ഒരു നാളും നീ പുറത്തു വരത്തില്ല എന്ന് ചിന്തിച്ച് ചിരിക്കുവാൻ കാത്തു നിൽക്കുന്നവരുടെ മധ്യേ നീ പുറത്തു വരുവാൻ പോകുക. എവിടെ നിന്ന് നീ തള്ളപ്പെട്ടു പോയോ, എവിടെ നിന്ന് നീ മാറ്റി നിർത്തപ്പെട്ടു പോയോ, എവിടെ നിന്റെ പേര് വെട്ടപ്പെട്ടു പോ, അവിടേക്ക് എന്റെ ദൈവം നിനക്കൊരു മടങ്ങി വരവൊരുക്കിയ പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന ആയുധത്തെ പൊടുതട്ടിയെടുക്കുക. സ്തോത്രം. കഷ്ടം വന്നപ്പോ, പ്രതികൂലം വന്നപ്പോ, പ്രതിസന്ധി വന്നപ്പോ നമ്മളാണെങ്കിൽ ആദ്യം തന്നെ വീഴ്ചയുടെ താഴേക്ക് പോകുമ്പോൾ പ്രാർത്ഥന എന്ന ആയുധം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ യോനയ്ക്കറിയാം, ഞാൻ വീണു, അതൊക്കെ സത്യമാണ്. പക്ഷേ വീണ എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ആയുധം പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിച്ചാൽ ഏത് പാതാളത്തിന്റെ അകത്തും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നീ ആയിരിക്കുന്ന സാഹചര്യം നോക്കണ്ട, സഹോദര, സഹോദരി, നിങ്ങളായിരിക്കുന്ന അവസ്ഥ നോക്കണ്ട. വീഴ്ചയുടെ കാരണം നിങ്ങളോ, നാട്ടുകാരോ, വീട്ടുകാരോ, ബന്ധുക്കളോ, ചാർച്ചക്കാരോ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. വീണത് സത്യമാണോ? പെട്ടുപോയത് സത്യമാണോ? പൊന്നുമക്കളെ, ഇനി തർക്കിച്ചും നിങ്ങളുടെ വീട്ടുകാരോട് പറയും പോലെ ന്യായീകരണങ്ങൾ പറഞ്ഞ് സമയം കളയണ്ട. പ്രാർത്ഥിച്ചു തുടങ്ങി. സഹോദരി, അതങ്ങനെ ഇങ്ങനെ അതൊന്നും വേണ്ട, പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോവുക. ആമേൻ, സ്തോത്രം. ആ പ്രാർത്ഥനയെ ശക്തിപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട്. ആയുധത്തെ മൂർച്ചയുള്ളതാക്കി മാറ്റിയ ഈ 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിനകത്തായിരുന്നു. രാവിലെ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് കാക്ക അപ്പവുമായി, വൈകുന്നേരം ഇറച്ചിയുമായും വന്നു. അവിടെ അങ്ങനെ എന്തും രേഖപ്പെടുത്തിയിട്ടില്ല. തിമിംഗലത്തിന്റെ വയറ്റിനകത്ത് സ്വിഗ്ഗി, ടൊമാറ്റോ അങ്ങനെയുള്ള ഫുഡ് ഡെലിവറി സംഭവങ്ങൾ ഇല്ലായിരുന്നു. ദൈവത്തിന് കഴിയും, പക്ഷെ അത് അവിടെ ഇല്ലായിരുന്നു. തട്ടുകടകളും മറ്റ് ചെറിയ സെറ്റപ്പുകളും ഇല്ലായിരുന്നു. അർത്ഥാൽ 3 ദിവസം ഉപവാസത്തിലായിരുന്നു. പ്രാർത്ഥന ശക്തിയേറിയതായി മാറുന്നത് ഉപവാസത്തിലൂടെയാണ്. നിങ്ങളുടെ വിഷയം വലുതാണോ? നിങ്ങൾ പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ അകപ്പെട്ടിരിക്കുന്ന നല്ലൊരു ജോലിക്കാരനായി, സ്ഥിര വരുമാനമുള്ളവനായി, നല്ലൊരു കുടുംബജീവിതത്തിനുടമയായി, നല്ല മക്കളുടെ മാതാപിതാക്കളായി, മക്കളുടെ സന്തോഷം അനുഭവിക്കുന്നവരായി, ആരോഗ്യമുള്ളവരായി, പ്രാപിച്ചെടുക്കുന്നവരായി, ബാധ്യതകളിൽ നിന്ന് പുറത്ത് അതെ വാങ്ങുന്നവരിൽ നിന്ന് കൊടുക്കുന്നവരായി മാറുന്ന അനുഭവത്തിൽ നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന മാത്രം പോരാ, ഉപവാസവും ആവശ്യം. അപ്പോൾ നിങ്ങൾ പറയും, പാസ്റ്റർ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥ, ഞങ്ങളായിരിക്കുന്ന രാജ്യം, ഞങ്ങളായിരിക്കുന്ന തൊഴിൽ, ഞങ്ങളുടെ അവസ്ഥ, നോ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നോ, ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രൈസർ ഫാമിലിയെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്, നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി. അപ്പോൾ കോൺടാക്ട് ചെയ്തോ. സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലിയുടെ നമ്പറുകളിൽ പ്രാർത്ഥന വിഷയങ്ങളും അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-നും 8:30-നും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര
ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഓരോ ദിവസങ്ങളും ആരംഭിക്കും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ ജോയിൻ ചെയ്തു. നിത്യതയിലേക്കുള്ള യാത്രയിൽ ഈ ലോകത്തിൽ പ്രാപിച്ചെടുക്കുവാനുള്ളത് സകലതും പ്രാപിച്ച് നമ്മൾ അവിടെ എത്തിച്ചേരും. വൈകുന്നേരം 7:30 8:30 ഇവിടേക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. വചന ശുശ്രൂഷയ്ക്കൊപ്പം സിസ്റ്റർ വിജി ലീഡ് ചെയ്യും. നിങ്ങൾക്ക് ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ സഭയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുവാൻ കഴിയും. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്കൊരു വിടുതൽ, ഒരു അത്ഭുതം കണ്ട് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ അവസരമുണ്ട്. തീർന്നില്ല. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. എവിടെ വെച്ചതോ? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ. വൈകുന്നേരം 3 മണി മുതൽ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. നെയ്യാറ്റിക്കരയ്ക്കും കാട്ടാക്കടയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് കുറ്റമ്പള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന സ്ഥലത്ത് കോണ്ടാക്ട് ചെയ്ത് വ്യക്തമായി മനസ്സിലാക്കി, സ്ഥലം മനസ്സിലാക്കിയിട്ട് മാത്രം വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കും. എന്നാൽ കണ്ണടച്ചോ, വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഇനിയൊരു തിരിച്ചുവരവ്, ഇനിയൊരു എഴുന്നേൽപ്പ് ഇല്ല എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ, ഇവർക്ക് വേണ്ടി സ്വർഗമങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ, ഇപ്പോൾ അടിയനൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ വീണുപോയ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ ഉപവാസത്തിൻ്റെതായ അനുഭവം ഉണ്ടാകുമ്പോൾ അസാധ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സാധ്യമായി തീരട്ടെ. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ ഒരിക്കലും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് കരുതുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ആ ശത്രുവിൻ്റെ ചിരി മാഞ്ഞു പോകട്ടെ. തൊഴിലില്ലാത്തവരായി, വരുമാനമില്ലാത്തവരായി, നല്ലതൊന്നും ചെയ്യുവാനും പ്രാപിക്കുവാനും കഴിയാത്തവരായി ഒതുങ്ങിക്കൂടേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ വരുത്തുമെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന ശത്രുവിൻ്റെ ചിരിമായുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നല്ല ജോലികൾ ലഭിക്കട്ടെ. ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് അറുതി ഉണ്ടാകട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇന്റർവ്യൂകൾ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർ, യേശുവേ, ഈ ആഴ്ച ഇവർക്ക് വേണ്ടി സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ. നല്ല ജോലികൾ ലഭിക്കട്ടെ. സാമ്പത്തികം അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ മാറട്ടെ. അധ്വാനിച്ചതിൻ്റെ വിഹിതം, ആ ശമ്പളം കുടിശ്ശികയായി അത് ലഭിക്കാതെ നിരാശയോടെ ആയിരിക്കുന്നവർ അങ്ങ് ഇടപെടണമേ കർത്താവേ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. വിശാലത ആഗ്രഹിച്ചായിരിക്കുന്നവർ IITA, OET, MOH എക്സാമുകൾ എഴുതി നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിച്ച് ഉയരങ്ങളിലേക്ക് എത്തുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വഴി തുറക്കണമേ. എല്ലാ ഒറ്റപ്പെടലുകളും നിരാശകളും മാറിപ്പോകട്ടെ. സഹായികൾ എഴുന്നേൽക്കട്ടെ. വാതിലുകൾ തുറക്കപ്പെടട്ടെ. മൈഗ്രേറ്റ് ചെയ്യുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ, രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെട്ട നിയമങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരട്ടെ. ഇവരിലെ രോഗികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ. വിട്ടുമാറാത്ത രോഗങ്ങൾ, വാഹനങ്ങളിൽ യാത്ര ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ രോഗികളായിരിക്കുന്നവർ, യേശുവേ, ഇപ്പോൾ ഇവർ സൗഖ്യമാകട്ടെ. ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ഇനി എൻ്റെ ജീവിതം മുഴുവൻ ഈ മുറിക്കകത്താണെന്ന് ചിന്തിച്ചു ഭാരത്തോടെ ആയിരിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങിയോ, കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. നീ ഇനിയും ജോലിക്ക് പോകും. സഹോദര, സഹോദരി, താങ്ക് യു ലോർഡ്. സ്വർഗം അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി ജന്മനാലുള്ള രോഗത്താൽ ഭാരപ്പെടുന്നവർ ചേർന്ന് പ്രാർത്ഥിച്ചോട്ടെ. ആ കുഞ്ഞുങ്ങളുടെ മേൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ പോവുകയാണ്. രോഗാത്മാക്കൾ വിട്ടുമാറുകയാണ്. എല്ലാ സ്കിൻ ഡിസീസസും മാറിപ്പോവുകയാണ്. തലവേദനകൾ, ശക്തമായ തലവേദനകൾ മാറിപ്പോവുക യേശുവിൻ നാമത്തിൽ. കാഴ്ച സംബന്ധമായ രോഗങ്ങൾ മാറുകയാണ്. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. ഡിവോഴ്സുകൾ മാറിപ്പോവുക. കോടതികൾ കയറി ഇറങ്ങുന്ന അനുഭവങ്ങൾക്ക് സ്വർഗം അങ്ങ് തീർപ്പ് വരുത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ മടങ്ങി വരട്ടെ. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. സംശയരോഗങ്ങൾ മാറിപ്പോകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസം, മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. മക്കളെ പഠിപ്പിക്കുവാനുള്ള നന്മകൾ കരങ്ങളിൽ ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. മക്കളുടെ നന്മ ഭവനത്തിലെത്തട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. എല്ലാ വിവാഹ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. വിവാഹങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രു ചിരി നിർത്തുന്ന ദിവസങ്ങളിൽ മാറട്ടെ. ഉദരഫലങ്ങൾ ജ്വലിക്കട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളിൽ ജപ്തി നോട്ടീസുകളും ഈ ആഴ്ച മാറിപ്പോകട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളെ തടഞ്ഞു വെക്കുന്ന എല്ലാ പോരുകളും പോരാട്ടങ്ങളും അഴിഞ്ഞു മാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അനുഗ്രഹമാക്കി പരിപാടി യേശുവിൻ നാമത്തിൽ തന്നെ.
ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.